തമിഴ്നാട്ടിൽ നിന്ന് ഒരു പ്രഖ്യാപനം കൂടി വരുന്നുണ്ട്. അത് സ്ത്രീകൾക്ക് വൻ പ്രഖ്യാപനമാണ് തമിഴ്നാട്ടിൽ ഇപ്പോൾ ഉണ്ടാകുന്നത്. തമിഴ്നാട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് പ്രഖ്യാപനം. മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ തന്നെ ആ പ്രഖ്യാപനം നടത്തുകയാണ്. കലൈഞ്ഞർ വിമൻസ് റൈറ്റ്സ് സ്കീമിൻ്റെ കീഴിലുള്ള സ്ത്രീകൾക്ക് 5000 രൂപ അക്കൗണ്ടിലേക്ക് എത്തും എന്നതാണ് പ്രഖ്യാപനം. പ്രതിമാസം സ്ത്രീകൾക്കായി 10000 രൂപ നൽകുന്ന പദ്ധതിയാണിത്. ഫെബ്രുവരിയിലെ തുകയോടൊപ്പം മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ തുകയും മുൻകൂറായി നൽകും എന്നതാണ് എം കെ സ്റ്റാലിൻ വ്യക്തമാക്കുന്നത്. ஒரு முக்கியமான முடிவு எடுத்திருக்கிறேன். அதன்படி இந்த பிப்ரவரி மாதம் மட்டும் இல்லாமல் அடுத்த 2 மாதம், அதாவது மார்ச் ஏப்ரலுக்கான உரிமைத்தொகை தவணைகளை சேர்த்து 3000 ரூபாயும் கூடுதலாக கோடைக்கால செலவுகளை கருத்தில் கொண்டு மேலும் 2000 ரூபாய் சிறப்பு தொகையும் சேர்த்து 5000 ரூபாயை சிறப்பு மகளிர் உரிமை தொகையாக 1,31,00,000 பெண்களுக்கு வழங்க ഉത്തരവിട്ടിരിக்கிறேன். ഒരു മുഖ്യமான முடிவு എടുത്തിരിக்கிறேன். കെ പി ശ്രീധരനുണ്ട്. ശ്രീധരൻ, ഇപ്പോൾ ക്ഷേമ പ്രഖ്യാപനങ്ങൾ അത് തിരഞ്ഞെടുപ്പിൽ ഫലം ചെയ്യുന്നുണ്ട് എന്നത് എല്ലാ സർക്കാരുകളും മനസ്സിലാക്കുന്നു. പക്ഷേ തമിഴ്നാട് ഇത് നേരത്തെ മനസ്സിലാക്കിയതാണ്. ജയലളിത കാലത്ത് ഉൾപ്പെടെ സൗജന്യങ്ങൾ, അത് അന്ന് ഇവിടുത്തെ ഭരണതലത്തിലുള്ളവർ രാഷ്ട്രീയക്കാരൊക്കെ പരിഹാസത്തോടു കൂടിയാണ് തമിഴ്നാട് സർക്കാരിൻ്റെയൊക്കെ നടപടികളെ കണ്ടതെങ്കിൽ ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും ക്ഷേമ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുകയാണ്. തമിഴ്നാട്ടിൽ പ്രഖ്യാപിക്കപ്പെടുന്ന ഈ സ്കീമിന്റെ വിശദാംശങ്ങൾ എന്താണ്? ഇത് തമിഴ്നാട്ടിൽ നേരത്തെ തന്നെയുള്ള പദ്ധതിയാണ്. കലൈഞ്ചർ വിമൻസ് റൈറ്റ്സ് സ്കീമിന്റെ കീഴിലാണ് 1000 രൂപ പ്രതിമാസം വനിതകൾക്ക് നൽകി വരുന്നത്. ഈ സ്കീമിന്റെ ഭാഗമായിട്ട് ഫെബ്രുവരിയിലെ തുക ക്രെഡിറ്റ് ആവുന്നതിനൊപ്പം തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ തുക കൂടി ഇവരുടെ അക്കൗണ്ടിലേക്ക്, സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഏകദേശം 1,31,00,000 സ്ത്രീകളുടെ അക്കൗണ്ടിലേക്കാണ് ഈ തുക വന്നിരിക്കുന്നത്. ഈ 3000 രൂപ 3 മാസത്തെ കൂടാതെ സമ്മർ പാക്കേജ് എന്ന പേരിൽ 2000 രൂപ കൂടി ഈ വനിതകളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ 5000 രൂപയാണ് തമിഴ്നാട്ടിലെ ഈ പദ്ധതിക്ക് കീഴിലുള്ള സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് വന്നിരിക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രഖ്യാപനമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് പല സംസ്ഥാനങ്ങളിലും ഈ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ വലിയ തോതിൽ വിജയം കണ്ട ഒരു സാഹചര്യത്തിൽ കൂടി അയൽ സംസ്ഥാനമായ കർണാടകയിൽ, തെലങ്കാനയിലൊക്കെ 5 ഗ്യാരണ്ടിയൊക്കെ പ്രഖ്യാപിച്ചായിരുന്നു കോൺഗ്രസ് വിജയം കരസ്ഥമാക്കിയത്. ഏതായാലും ആ മാതൃക തന്നെയാണ് തമിഴ്നാട് ഇപ്പോൾ പിന്തുടരുന്നത്. ഇതോടൊപ്പം തന്നെ DMK സർക്കാർ അധികാരത്തിൽ തിരിച്ചെത്തിയാൽ ഈ പ്രതിമാസം 1000 രൂപ എന്നുള്ളത് 2000 രൂപയാക്കി ഉയർത്തുമെന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി എം കെ സ്റ്റാലിൻ നടത്തുന്നുണ്ട്. ഏതായാലും തമിഴ്നാട്ടിൽ നേരത്തെ തന്നെ സൂചിപ്പിച്ച പോലെ തന്നെ ജയലളിതയുടെ കാലത്തൊക്കെ നിരവധി സമ്മാനങ്ങൾ നൽകുന്ന പദ്ധതികളൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ഇത് ഒരു പടി കൂടി കടന്ന് നേരിട്ട് ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം എത്തുന്ന സ്കീമായിട്ടാണ് ഈ കലൈഞ്ഞർ വിമൻസ് റൈറ്റ്സ് സ്കീമിന്റെ കീഴിൽ 5000 രൂപ അക്കൗണ്ടിലേക്ക് എത്തുകയാണ്. പ്രതിമാസം 10000 വർദ്ധിച്ചിരിക്കുന്നു. അതിനൊപ്പം തന്നെ മറ്റു ചില പ്രഖ്യാപനങ്ങൾ കൂടിയുണ്ട്. വലിയ പ്രത്യേകത, ഈ മാസത്തെ ഫെബ്രുവരിയിലെ തുകയ്ക്കൊപ്പം മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ തുക കൂടി മുൻകൂറായി നൽകുന്നത് എന്നുകൂടി വളരെ പ്രധാനമാണ്. കെ ബി ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്.